ചെയ്ത് ഒരുപാട് താങ്ക്സ്. അതുപോലെ തന്നെ കിസ്മത്ത് കഫേയുടെ ബ്രാഞ്ചസ് ഇനി കേരളത്തിലും ഇന്ത്യയിലും പുറത്തും ഒക്കെ വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എന്നാലും ഹലോ ഹായ്സ്, ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കിസ്മത്ത് കഫേനെ കുറിച്ചാണ്. ഈ മൂവാറ്റുപുഴയിൽ നിന്ന് ഇടുക്കിയിലേക്ക് പോകുന്ന ഹൈ റേഞ്ചിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു അടിപൊളി ഹോട്ടലാണ്. നമുക്ക് എന്നാ വെച്ചാൽ ഇതിനെക്കുറിച്ച് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ സ്ഥലത്തെന്ന് പറഞ്ഞാൽ ഈ സ്ഥലം കാണുന്നത് അവർ കാട് പിടിച്ച് വരുന്ന സ്ഥലമാണ്. രാത്രി ആൾക്കാരൊക്കെ പോകണമെന്ന് വെച്ചാൽ പേടിച്ച് ഇതിലേക്ക് പോകുള്ളൂ. അത് ആ നാട്ടിലുള്ള ആൾക്കാരെ ചോദിച്ചാൽ തന്നെ അറിയാൻ പറ്റും. അങ്ങനത്തെ സ്ഥലത്ത് നമ്മളൊരു ബിൽഡിംഗ് പണിതു. അതിൻ്റെ ഒരു ഹോട്ടലും ഒരു സൂപ്പർ മാർക്കറ്റുമായിട്ട് നമ്മൾ അതിനകത്ത് ഇപ്പോൾ നല്ല പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യാൻ വന്നതെന്ന് വെച്ചാൽ സിനിമയും സീരിയലും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രമ്യ പണിക്കർ എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ് വന്നത്. അതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഫുഡിന് നമ്മൾ യാതൊരു വിട്ടുവീഴ്ചയില്ലാത്ത ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്. പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമുക്കൊരു കിസ്മത്ത് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു 500 പേര് ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് മെമ്പർഷിപ്പുണ്ട്. അതിലേക്ക് നമ്മൾ ഫുഡ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഞങ്ങൾക്ക് തീരാതെ വരുന്ന സാധനങ്ങൾ തന്നെ ഞങ്ങൾ പറയും. ആ സാധനങ്ങൾ ഞങ്ങൾ ഗ്രൂപ്പിലിടും. വില കാത്തി ഞങ്ങൾ കൊടുത്ത് പിറ്റേ ദിവസം ഫ്രഷ് സാധനമാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതിലേക്ക് നമുക്ക് അതിനകത്ത് ലാഭം എന്നുള്ള സാധനം നമുക്ക് കുറച്ച് മതി. അത് ഞങ്ങളുടെ സ്വന്തം ബിൽഡിങ്ങാണ്. നല്ല ഫുഡ് കൊടുക്കുക, അതാണ്. എന്ന് വെച്ചാൽ ഒന്നാമെന്ന് വെച്ചാൽ നമുക്കിത് ടൗൺ അല്ലാത്തതുകൊണ്ട് നല്ലൊരു കയറി വരുന്ന ഭാഗമാണ്. കച്ചവടങ്ങൾ നല്ല ആൾക്കാർ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു, നല്ല അഭിപ്രായം പറയുന്നു, കുഴപ്പമില്ലാതെ പോകുന്നു. പക്ഷേ എന്താ വെച്ചാൽ ഇതിനകത്ത് മെയിൻ ഒരു പറയുന്നത് വെച്ചാൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇഷ്ടം പോലെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഒരു 10-50 വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് ഇതിനകത്ത്. പുറത്തിരുന്ന് ഫുഡ് കഴിക്കാം. പിന്നെ ചായക്കട ഉണ്ട്, ഷേക്ക് സാധനങ്ങൾ, അൽഫാം, മന്തി, ഷവർമ, പിടിയും കോഴിയും, ഏഷ്യാഡ്, സകല സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ തന്നെ വെച്ച് ഉണ്ടാക്കി ഞങ്ങൾ കൊടുക്കുന്നതാണ്. ഇതിനകത്ത് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇപ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ യാതൊരു കംപ്ലൈൻറ്റ് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനിയും പറയാനുള്ള അവസ്ഥ ഞങ്ങൾ വരുത്തില്ല. അതുപോലെ AC ആണ് ഇരിക്കുന്ന ക്യാബിൻ, AC റൂമാണ്. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ വന്നു നോക്കിയാൽ അതിനെക്കുറിച്ച് പറയാൻ പറ്റും. ഇത് പറയുന്നത് ഈ ഹോട്ടലിൻ്റെ ഓണർ തന്നെയാണ്. ഹോട്ടലും ആ ബിൽഡിങ്ങിൻ്റെ ഓണർ തന്നെയാണ്. റൊണാൾഡാണ് എൻ്റെ പേര്. ഞാൻ തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് വേറൊരു യൂട്യൂബറെ എടുത്ത് നമ്മൾ ഇതിനകത്ത് പബ്ലിസിറ്റി ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എന്ന് വെച്ചാൽ ഞാൻ പറയാൻ കാരണം ഇത് ടൗൺ അല്ലാത്തതുകൊണ്ട് ഒരു ടൗണിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ മാറി അകലെ ഒരു ശല്യമില്ലായിരുന്നു ഭക്ഷണം കഴിച്ചിട്ട് പോകാം. ഓക്കെ ഗായ്സ്, നിങ്ങളിതിൽ വരുമ്പോൾ ഒന്ന് കയറി നോക്കുക, ഭക്ഷണം കഴിച്ച് നോക്കുക, എങ്ങനെയൊന്ന് എൻ്റെ അഭിപ്രായം പറയുക. ഓക്കേ.